വെൽക്കം ടു സിജി ടോക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യങ്ങളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചുമാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയും ഭൂപ്രകൃതിയും അതിനനുസൃതമായിട്ടാണ് ഈ നൈസർഗിക സസ്യജാലങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. അതിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിൻ്റെയും അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. അത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു വനങ്ങളാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. അത് 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങളൊക്കെ കാണുന്നത്. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിൽ മുൻനിർത്തി ഇതിനെ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുക. മഴയുടെ ഏറ്റക്കുറച്ചിൽ, മഴ പെയ്യുന്നതിനനുസരിച്ച് അതിനെ 2 വിഭാഗമായിട്ട് തിരിക്കുന്നു. ഒന്ന്, ആർദ്ര ഇലപൊഴിയും കാടുകൾ. 2, വരണ്ട ഇലപൊഴിയും കാടുകൾ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഭാഗങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവുകളിൽ പൊതുവെ കണ്ടുവരുന്നതാണ് ഈ ആർദ്ര ഇലപൊഴിയും കാടുകൾ. പിന്നീട് അത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം ഈ സസ്യജാലങ്ങൾ, ഇപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ, ആ സസ്യജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തേക്ക്, സാല്, ശിഷം, മൗവ, ചന്ദനം അങ്ങനെ തുടങ്ങിയുള്ള വൃക്ഷങ്ങളൊക്കെ ഈ വനത്തിൽ പൊതുവായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലൊക്കെ ഈ സസ്യജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ വനങ്ങളിൽ കാണുന്ന ഏതൊക്കെ വൃക്ഷങ്ങൾ കാണപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ഇതിൽ വരണ്ട ഇലപൊഴിയും കാടുകളെക്കുറിച്ചാണ് പറയുന്നത്. അത് 70 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്നുണ്ട്. പിന്നീട് മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നുണ്ട്. അപ്പോൾ മഴ തീരെ കുറഞ്ഞ മേഖലകളിലേക്ക് അടുക്കുമ്പോൾ അത് ചെറിയ മുൾക്കാടുകളിലേക്കും അതേപോലെ കുറ്റിച്ചെടികളിലേക്കൊക്കെ വഴിമാറി പോകാറുണ്ട്. വരൾച്ച കാലം എത്തുന്നതോടുകൂടി ഈ സസ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല പൊഴിക്കുകയും പിന്നീട് വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായിട്ടൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, വരൾച്ചേൻ്റെ കാലത്തുമ്പോൾ സസ്യങ്ങൾ പൂർണ്ണമായിട്ട് മുഴുവനായിട്ടും ഇല പൊഴിക്കുകയും പിന്നെ ആ വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകൾ മാത്രമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതിൽ തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ അതൊക്കെയാണ് ഈ വരണ്ട ഇലപൊഴിയും കാടുകൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകൾ. അത് 75 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും പിന്നെ ഉയർന്ന താപനിലയിലുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ പൊതുവായിട്ട് കാണപ്പെടുന്നത്. 75 സെൻറ്റിമീറ്ററിന് താഴെ മഴ ലഭിക്കുന്നത്. പിന്നെ ഉയരം കുറഞ്ഞ മരങ്ങളൊക്കെ ആ വിഭാഗത്തിൽ കാണപ്പെടുന്നുണ്ട്. അക്കേഷ്യ, അതുപോലെ യൂഫോർബിയ, ഈന്തപ്പന അങ്ങനെ ചില പുൽവർഗ്ഗങ്ങളൊക്കെ തുടങ്ങിയാണ് ഈ പ്രധാന സസ്യങ്ങൾ. പിന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കായിട്ട് മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ മരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് ആ സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലൊക്കെ ഈ സസ്യജാലങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ദക്ഷിണ പർവ്വത വനങ്ങൾ. ഈ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം, വിദ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവയിലൊക്കെ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവായിട്ട് നമ്മൾ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന പേരിലാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് ഈ പീഠഭൂമിയിൽ ഉയർന്ന പ്രദേശമുള്ള പശ്ചിമഘട്ടം,
വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ. അപ്പം ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ നമ്മൾ പൊതുവായിട്ട് ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും പിന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത്. 1500 മീറ്ററിന് കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും അത് താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. നീലഗിരി, പളനി, ആനമല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപോഷ്ണ സസ്യജാലങ്ങളിൽ നമുക്ക് ചോലവനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അതിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെക്കുറിച്ചാണ് അടുത്ത് പറഞ്ഞത്. നമ്മളിപ്പോൾ പീഠഭൂമിയിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെക്കുറിച്ച്. ഉപദ്വീപീയ പീഠഭൂമിയിൽ മണ്ണിനങ്ങളേറെയും തനതിടത്ത് രൂപപ്പെട്ട അതേ ഓരോ സ്ഥലങ്ങളിലും ആ ഭാഗങ്ങളിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ള മണ്ണിനങ്ങളാണ്. അവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ടാണ് അവിടെ തിരിക്കുന്നത്. അപ്പോൾ അതാണ് മണ്ണിനങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിന് കൂടുതലായിട്ടാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കറുത്ത മണ്ണിനെ കുറിച്ചാണ്. നമ്മൾ ഡക്കാൻ പീഠഭൂമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണെന്ന് നമ്മൾ ഡക്കാൻ പീഠഭൂമി പഠിച്ചപ്പോൾ ആ ഭാഗത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കുറച്ച് ഇതിലായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. പിന്നെ ആദ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും അവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നീട് കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഇനി അതിൽ രണ്ടാമത്തെ പറയുന്നത് ചെമ്മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ചെമ്മണ്ണ് ഉണ്ടാവുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുന്നുവെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം നൽകുന്നത്. അപ്പോൾ മണ്ണിൽ വലിയ തോതിൽ കുറച്ച് അധികം ഇരുമ്പിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ആ മണ്ണിന് ചുവപ്പ് നിറം കിട്ടാൻ കാരണമാവുന്നത്. അടുത്തത് ലാറ്ററൈറ്റ് മണ്ണാണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അപ്പോൾ രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കനത്ത മഴയും വരൾച്ചയൊക്കെ മാറി മാറി സംഭവിക്കുമ്പോൾ ആ പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് അങ്ങനെയുള്ള ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിദ്യാസത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് മുഖ്യമായിട്ടും ഈ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പിന്നെ ഫലഭൂഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിക്ക് യോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ടൊക്കെ വൻതോതിൽ പ്രയോജനപ്പെടുന്നുണ്ട്. ഫലഭൂഷ്ടി കുറഞ്ഞ ഒരു മണ്ണിനമാണ് ലാറ്ററൈറ്റ്. എങ്കിലും ആ മണ്ണിൽ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയിട്ടുള്ള തോട്ടവിളകൾക്കൊക്കെ നമുക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് പർവ്വത മണ്ണാണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. പർവ്വതങ്ങളുടെ ഭാഗങ്ങളിലാണ് പർവ്വത മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതിൽ കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെയൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പർവ്വത മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് ഇങ്ങനെയുള്ള മണ്ണിനങ്ങളെ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും അതുപോലെ അതിൻ്റെ ഭൂപ്രകൃതിക്കും അനുസൃതമായിട്ട് വൈവിധ്യമാർന്ന മണ്ണിനങ്ങൾ കൂടിയൊക്കെ കാണുന്നുണ്ട്. കറുത്ത മണ്ണും ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെ കുറിച്ചാണ് പറയുന്നത്. ഈ സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിക്ക് യോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും പിന്നെ തോട്ടവിളകളായിട്ടുള്ള കാപ്പി, തേയില തുടങ്ങിയ വിളകളൊക്കെ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നീട് നല്ല രീതിയിലുള്ള ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, പിന്നെ ചെങ്കുത്തായിട്ടുള്ള ചരിവുകൾ, മേൽമണ്ണിൻ്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ അങ്ങനെയുള്ള കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി അങ്ങനെയുള്ള തോട്ടങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. തേയില, കാപ്പി തോട്ടങ്ങളൊക്കെ. പിന്നെ ഈ മലഞ്ചെരുവുകളിലേക്ക് വരുമ്പോൾ തട്ടുകളാക്കിയിട്ടൊക്കെ നെൽകൃഷി അടക്കം അവിടെ ചെയ്യുന്നുണ്ട്. അതിൽ കാപ്പീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കർണാടകം, ഇന്ത്യയിലെ കർണാടകമാണ് കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. അതിൽ കാപ്പി കൃഷിയുടെ ഏകദേശം 59%, കാപ്പി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. അതിൽ ഏകദേശം 22% കേരളത്തിൽ ഉള്ളത്. അപ്പോൾ കേരളമാണ് 2-ാം സ്ഥാനം. കാപ്പീൻ്റെ ഉൽപ്പാദനത്തിൽ കർണാടകമാണ് ഇന്ത്യയിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത്. 2-ാം സ്ഥാനം കേരളത്തിനാണ്. അതുപോലെ അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പോൾ കാപ്പിയിൽ അറബിക്ക, റോബസ്റ്റ അങ്ങനെ വിവിധ തരം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഇനത്തിലുള്ള മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് തേയില കൃഷിനെ കുറിച്ചാണ്. പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായിട്ടും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് കൂടുതലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. അത് നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരയിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദനത്തിൻ്റെ 25%, തോട്ട വിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതുകൊണ്ട് തന്നെ തേയില തോട്ടങ്ങളിലും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വ്യവസായത്തിലൊക്കെ അനവധി തൊഴിലവസരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഈ തേയില തോട്ടങ്ങളിലും പിന്നെ തേയില പൊടിയാക്കുന്നത്, അതായത് ചായപ്പൊടിയാക്കുന്നതിന് ബന്ധപ്പെട്ട വ്യവസായങ്ങളൊക്കെ ഉണ്ട്, ഫാക്ടറികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മേഖലകളിലൊക്കെ ഒരുപാട് ആൾക്കാരെ ആവശ്യം വരും. അപ്പോൾ അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുകൾ, ആ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി അതിൽ കരിമ്പ് കൃഷിനെ കുറിച്ചാണ് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതലായിട്ടും കരിമ്പ് കൃഷി ചെയ്യുന്നതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രദേശങ്ങളാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതലായിട്ട് കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും അതിൽ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രദേശമാണ്. അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിയിലെ അനുകൂല ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്, അതുപോലെ ഉഷ്ണമേഖല കാലാവസ്ഥയും ദീർഘമായിട്ടുള്ള വിളവെടുപ്പ് കാലവും. പിന്നെ പറയുന്നത് ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡെക്കാൻ പീഠഭൂമിയിൽ കരിമ്പ് കൃഷിക്ക് അനുകൂലമാകുന്നത് എന്ന് പറയുന്നത്. ഇനി കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങളെക്കുറിച്ച്. ഖാരിഫ്, റാബി, സയ്ദ്. അപ്പോൾ ഖാരിഫിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിളയിനമാണ് പരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ പരുത്തി ഒരു ഖാരിഫ് വിളയാണ് ആണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച്
ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായിട്ട് വിളവെടുപ്പ് നടത്തുന്നതാണ് പരുത്തി. അത് ഒക്ടോബർ മാസത്തോടുകൂടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് മാസം വരെ വിളവെടുപ്പാണ് നടത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല. പരുത്തി കൃഷിക്ക് മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല. അതിൽ 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് കൂടുതലായിട്ടും ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്നാലും മഴ കുറഞ്ഞ പ്രദേശങ്ങളും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യാറുണ്ട്. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിൽ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിലാണ് 1-ാം സ്ഥാനം പരുത്തി കൃഷിക്ക്. പിന്നെ മഹാരാഷ്ട്രയാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്തത് ധാതുക്കളുടെ കലവറയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂറാണ്. അപ്പോൾ അതിൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല. ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു മേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹങ്ങളും അലോഹ ധാതുക്കളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലങ്ങളാണ് അവിടെ. ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നുണ്ട്. അതേതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം, അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ എന്ന് പറയുന്നത്. അതിൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം വ്യാപിച്ചു കിടക്കുന്നത്. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയിട്ടുള്ള ധാതുക്കളാണ് ഈ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത് ധാരാളമായിട്ട് കാണുന്നത്. ഇനി അതിൽ രണ്ടാമത് പറയുന്നത് മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ മധ്യമേഖല കൂടുതലായിട്ടും വ്യാപിച്ചെടുക്കുന്നത്. അതിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കൽക്കരി, അബ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് ഇങ്ങനെയുള്ള ധാതുക്കളൊക്കെ ഈ മധ്യമേഖലയിൽ ധാരാളം ലഭിക്കുന്നുണ്ട്. ഇനി മൂന്നാമത് പറയുന്നത് ദക്ഷിണ മേഖല. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ട മേഖലയാണ് ദക്ഷിണ മേഖല. അവിടെ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗൈറ്റ് തുടങ്ങിയിട്ടുള്ള ധാതുക്കളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നാലാമത്തേതെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ആ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവയാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് കർണാടകയും ഗോവയും ചേർന്ന മേഖല. അവിടെ ഇരുമ്പയിര്, കളിമണ്ണ് അങ്ങനെയുള്ള ധാതുക്കളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ മേഖല. അവിടെ രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ ഭാഗങ്ങളും പിന്നെ ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഉൾക്കൊള്ളുന്നത്. അത് രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും അതാണ് വടക്കു പടിഞ്ഞാറൻ മേഖല. ഈ ഭൂപടം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ പ്രധാന ധാതു ഖനന മേഖലയുടെ സ്ഥാനങ്ങളാണ് അതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓരോ സംസ്ഥാനങ്ങളിലും ഏതൊക്കെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ സൂചിക അവിടെ കൊടുത്തിട്ടുണ്ട്. ആസ്ബറ്റോസ്, പിന്നെ ബോക്സൈറ്റ്, കൽക്കരി, ചെമ്പ്, ഡോളോമൈറ്റ്,
സ്വർണം, ജിപ്സം, ഇരുമ്പ്, ലെഡ്, സിങ്ക്, ചുണ്ണാമ്പ് കല്ല്, മാംഗനീസ്, മൈക്ക, പെട്രോളിയവും പ്രകൃതിവാതകവും. അത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ചിഹ്നമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പട്ടികയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായിട്ടുള്ള ജനസംഖ്യയാണുള്ളത്, കുറഞ്ഞ അളവിൽ തന്നെയാണുള്ളത്. പിന്നീട് ഈ പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണമൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ജനവാസം പരിമിതമായിരുന്നു. കാരണം കൃഷി ചെയ്തിട്ടുള്ള വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൃഷി യോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും അതുപോലെ വൻകര കാലാവസ്ഥയൊക്കെ കാരണം അവിടുത്തെ ജനവാസം എന്ന് പറയുന്നത് പരിമിതമായിരുന്നു. പിന്നീട് വന്നപ്പോൾ എന്ത് ചെയ്തു, ധാതുഖനന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതോടുകൂടി പിന്നെ റോഡ്, റെയില്, പിന്നെ ഗതാഗത മാർഗങ്ങളൊക്കെ വർദ്ധിച്ചതോടുകൂടി പിന്നെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് ജനങ്ങളെ ഈ പീഠഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ജലസേചനം, സാങ്കേതിക സാധ്യതകൾ, അങ്ങനെ പിന്നെ വാണിജ്യ കൃഷി സാധ്യതകൾ, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ജനവാസം ഉയരുന്നതിന് കാരണമായി. അപ്പോൾ ഇവിടെ ഈ ഭൂപടത്തിൽ ശ്രദ്ധിച്ചറിയാം, സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഖനന വ്യവസായ മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് വൻ നഗരങ്ങൾ തന്നെ വികസിക്കാൻ ഇടമായി. അപ്പോൾ അവിടെ അതിൽ പ്രധാന നഗരങ്ങൾ ഉപദ്വീപീയ പീഠഭൂമി, അതിന് സൂചിക നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ പ്രധാന നഗരങ്ങൾ, അങ്ങനെയുള്ളൊക്കെ മാറ്റങ്ങൾ വന്നത് നമുക്ക് ആ ഭൂപടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ഭൗതിക വിഘാതങ്ങളെയൊക്കെ മാനവ വിഭവശേഷി വികസനത്തിലൂടെ തരണം ചെയ്യുകയും അസാധ്യമായിരുന്നത് സാധ്യമാക്കുകയും ചെയ്യുന്ന മനുഷ്യ അധ്വാനത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ പീഠഭൂമി എന്താണെന്ന് തന്നെ പറഞ്ഞു. പിന്നീട് സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമി. അത് ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം. വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്, പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്ഭവം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് വിവിധോദ്ദേശ നദീതട പദ്ധതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് വിവിധ തരം മണ്ണിനങ്ങൾ, അതിൽ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, അങ്ങനെയുള്ള ആ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. വീണ്ടും ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി രീതികളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ തേയില, കരിമ്പ്, പരുത്തി, കൃഷി രീതികളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ധാതുക്കളുടെ കലവറ, അതിനെക്കുറിച്ച് ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നീട് പ്രധാന നഗരങ്ങൾ, അതെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചതാണ് ഈ ചാപ്റ്റർ. അതോടുകൂടി തന്നെ ഈ 3ാമത്തെ ചാപ്റ്ററായ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഈ ഭാഗത്തോടുകൂടി അവസാനിച്ചു.